ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഞങ്ങൾ രണ്ടുപേരും ഇന്ന് ഒരു യാത്ര പോവാണ്. എങ്ങോട്ടാണ് യാത്ര? അതെ, ഞങ്ങൾ ഈ ന്യൂയോർക്കിലേക്ക് പോവാണ്. ഞങ്ങളൊരു 10 മിനിറ്റ് കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങും. മുമ്പ് നോക്കിയപ്പോഴും 3:11. 10 മിനിറ്റ് കഴിയുമ്പം ഇവിടെ നിന്ന് ഇറങ്ങും. ഞങ്ങൾ ഊബറിന് ഫ്ലൈറ്റിൽ എയർപോർട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഊബറിന് എയർപോർട്ടിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. എയർപോർട്ടിൽ പോകുന്നതിൻ്റെ വീഡിയോ അവിടുത്തെ ഒന്നും ഞാൻ ഇടുന്നില്ല. കാരണം 2-3 വീഡിയോയിൽ എയർപോർട്ടിൽ പോകുന്ന വീഡിയോ തന്നെയാണ്. അതുകൊണ്ട് ഞാനത് പിന്നെയും കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല. ഞാൻ ന്യൂയോർക്കിൽ ചെന്നിട്ട് ഇതിൻ്റെ ബാക്കി കാണിക്കാം. How do you like not look at it? If I have room in the end. ഇതൊരു പ്രേതവും ഇപ്പൊ എവിടെ? അയ്യോ, മൈക്ക് എടുത്ത് വെച്ചില്ല. Sorry. Yeah, you're good. എവിടാ മൊത്തം? നമ്മളിപ്പം നമ്മളൊരു റെൻ്റൽ വണ്ടി എടുത്തു. അതിൻ്റെ അടുത്തോട്ട് പോവാം. നമ്മൾ റെൻ്റ് എടുക്കുന്ന ഇടത്തെ ഇവിടെ വന്നേക്കുക. ഇവിടെ നമ്മൾ വണ്ടി എടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ പോയി ആഹാരം കഴിക്കും. വിശക്കുന്നു നല്ലോണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിൽ പോയിട്ട് പിന്നെ ഞാൻ എൻ്റെ ചേച്ചിമാരെ കാണാൻ പോകും. ഓക്കെ എൻ്റെ ഗൈസ്, ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ എടുത്തപ്പം ഞാൻ ഇരുന്നിട്ട് മുത്തു പോകുന്ന പോലത്തെ ഒരു ചെറിയൊരു ക്ലിപ്പുണ്ട്. അപ്പം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തു 2ആയിട്ട് ടിക്കറ്റ് എടുത്തത്. അപ്പം ഞാൻ വേറെ സീറ്റിൽ, മുത്തു വേറെ സീറ്റിലായിപ്പോയി. ഞാൻ ചെന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഞങ്ങൾ സീറ്റ് ഒന്ന് ചേഞ്ച് നേരത്തെ പോയി ഞങ്ങൾ. അപ്പോൾ സീറ്റ് ചേഞ്ച് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് പോയി കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഫ്ലൈറ്റ് ഫുള്ളാണ്. അപ്പോൾ അടുത്തിരിക്കുന്ന ആരെങ്കിലും വില്ലിങ് ആണെങ്കിൽ നമുക്ക് സീറ്റ് മാറി എടുക്കാം അങ്ങനെ പറഞ്ഞു. അപ്പോൾ എനിക്ക് കിട്ടിയത് എക്സ്ട്രാ ലെഗ് റൂമിൻ്റെ സീറ്റായിരുന്നു. അപ്പം ഞാൻ ആദ്യമേ കയറിപ്പോയി. ഞാൻ അവിടെ വന്ന് എൻ്റെ സീറ്റിലോട്ട് നോക്കിയപ്പോഴത്തേന് 2 വലിയ ആൾക്കാർ മറ്റേ ആൾക്കാർ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുക. ഞാൻ പോയിരുന്നിട്ട് ഞാൻ ഇങ്ങനെ നോക്കുക, മുത്ത് വരുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പം മുത്ത് കയറി വന്നു. കുറെ കഴിഞ്ഞിട്ടാ മുത്ത് കയറി വന്നേ. അപ്പൊ അന്നേരം കുറെ കഴിഞ്ഞിട്ട് മുത്ത് കയറി വന്നു. എന്നിട്ട് മുത്തൊരു ഞാൻ അന്നേരം വീഡിയോ നിങ്ങൾ കണ്ട മുത്ത് ഇങ്ങനെ നടന്നു പോകുന്ന പോലെ. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ചു നേരം ഞാൻ മുത്തുവിനെ അവരോട് സംസാരിച്ച്. കാരണം എൻ്റെ അടുത്ത് ഇരിക്കുന്നവർ മാറത്തില്ലായിരിക്കും. കാരണം അത് എക്സ്ട്രാ ലെഗ് റൂം ആയതുകൊണ്ട് അവരത് വിട്ടുകൊടുക്കൂല. അപ്പോൾ അതുകൊണ്ട് മുത്തു വേറെ ഇച്ചിരി പുറകിലായിട്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് ആ പുള്ളിക്കാരനോട്, ആ മുത്തുവിൻ്റെ അടുത്തിരുന്നൊരു ചെറുക്കനോട് ഇങ്ങനെ ചോദിച്ചു. പുള്ളിക്കാരൻ ഓക്കെ പറഞ്ഞു. പക്ഷേങ്കിൽ ഫ്ലൈറ്റിലെ പുള്ളിക്കാരി പറഞ്ഞു അത് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഫ്ലൈറ്റിൻ്റെ പ്രോട്ടോക്കോൾ, എയർലൈൻസിൻ്റെ പ്രോട്ടോക്കോളിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞു. പുള്ളിക്കാരി കുറച്ച് പ്രശ്നമാക്കി അല്ലേ. അന്നേരം മുത്തും മറ്റേ ആ ചെക്കനും അവർക്ക് 2 പേർക്കും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവർ പറയുന്നത് ഇവർ കേൾക്കാണ്ട് ഇവർ വന്നിട്ട് എന്നെ സീറ്റ് ചേഞ്ച് ചെയ്തു. പക്ഷെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്നാലും സീറ്റ് ചേഞ്ച് ചെയ്ത് കിട്ടി അല്ലേ. എന്നാലും ഇനി അടുത്ത ഫ്ലൈറ്റും അതുകൊണ്ട് നെക്സ്റ്റ് ഞങ്ങൾ തിരിച്ചു പോകുന്ന ഫ്ലൈറ്റിനും 2 സീറ്റായിരുന്നു. അതുകൊണ്ട് മുത്തു ഈ ഒരു പ്രശ്നം വരണ്ടെന്ന് വിചാരിച്ചു. മുത്തു ഓൾറെഡി പൈസ കൊടുത്ത് സീറ്റ് ബുക്ക് ചെയ്തു. എന്നെ പിരിഞ്ഞിരിക്കാൻ വയ്യാന്ന് അല്ലേ. അതാണ് മോനെ.
അതറിയുന്നുണ്ട് ഞാൻ ഇവിടെ കിടന്ന് പറയുന്നില്ല. നമ്മുടെ ലിയോയുടെ രണ്ടാമത്തെ ആളെ, അത് ലിയോയുടെ കൂട്ട് രണ്ടാമത്തെ ആളെ ഞാനിപ്പോൾ ഇവിടെ വെച്ച് കാണുന്നത്. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോവാം. നമ്മളിവിടെ എന്താ ചട്ടി ബൈ റെജി മാത്യു എന്ന് പറഞ്ഞിട്ടൊരു ഇവിടെ ഇവിടെ ഭയങ്കര ഞാൻ എന്ത് കാണിച്ചു ഇവിടെ ആൾക്കാർ വണ്ടി ഇടിക്കുന്നതിലും കൂടുതൽ ആൾക്കാർ ഇടിച്ചിടുന്ന എനിക്ക് തോന്നുന്നത് അല്ലേ? കണ്ടോ തിരക്കണ്ടോ? അങ്ങോട്ടാണോ? ഓ, സിഗ്നൽ വരുന്നതിന് മുന്നേ പുള്ളി അങ്ങ് ഇറങ്ങി കേട്ടോ. ഇത് സിഗ്നൽ ഈ പുള്ളിക്ക് ബാധകമല്ല. ഇവിടെ ഏതാണ്ടൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ഐറ്റംസ്. വീട്ടിൽ മമ്മി കഞ്ഞി എന്നൊക്കെ പറയുമ്പം കഞ്ഞിയോ എന്നൊക്കെ, ഇവിടെ കഞ്ഞി കണ്ടപ്പോൾ എനിക്കെന്തോ ഒരു ആത്മാവ് വന്ന പോലെ കഞ്ഞി കണ്ടപ്പം. വീട്ടിൽ കഞ്ഞി കിട്ടും അതല്ല, എന്നാലും നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോൾ കഞ്ഞി കിട്ടുമ്പോഴേ എനിക്ക് നല്ല ഭംഗിയുള്ള ചർക്ക. എൻ്റെ കറട്ടയ്ക്ക് എന്തോ കുഴപ്പം? എൻ്റെ കറട്ട നല്ല കറട്ടെ. എന്തോ സ്വീറ്റ് ആണെന്ന് തോന്നുന്നു തന്നു. മുത്ത് തിന്നു. എടാ ഇത് തിന്നുന്നത് തന്നെയാണോ? അത് പുള്ളിക്കാരി പറഞ്ഞാൽ നമ്മുടെ ഇതിനൊക്കെ തിന്നാ അറിയാം എന്തോ സാധനമാണ്. ഇഞ്ചിയും ഇതും എല്ലാം കൂടെ. ഇനി അത് തിന്നുന്നത് തന്നെയാണോ എന്ന് ആർക്കറിയാം. ഞാൻ പക്ഷെ തിന്നു കേട്ടോ. ജെല്ല പോലെ എനിക്കത് ഗ്യാസിന് വേണ്ടി തരുന്നുണ്ടവർ, ദഹിക്കാൻ ദഹനത്തിന് തരുന്നതെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ നേരത്തെ തിന്നു. എൻ്റെ ഈ വ്ളോഗ് കാണുന്നവർ വിചാരിക്കും ഞാൻ എന്തൊക്കെ വേണ്ടത് പറയുന്നത്. കാരണം നമ്മുടെ നാട്ടിലെ പോലെ ജനൽ പോലൊക്കെ വെച്ചിട്ടുണ്ട് ഇവര്. നല്ല കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടോ? ഐസ്ക്രീമോ? കേടാണ്. സത്യം പറഞ്ഞാൽ കൈവച്ച് കഴിക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ കൈവച്ച് കഴിക്കുന്നില്ല. സ്പൂണിട്ട് കഴിച്ചോളാം. ഞാൻ സ്പൂണിട്ട് കഴിച്ചോളാം. എനിക്ക് കൈ വെച്ച് കഴിക്കാൻ കഴിയും. ഫിഷല്ലേ? അത് മുട്ടയായിരുന്നു. നമ്മൾ ഐസ്ക്രീം എന്ന് പറഞ്ഞു മൊത്തം. എനിക്ക് ഇച്ചിരി കാടൻ മുട്ടയാണ് തോന്നുന്നു. അത് വികാരമില്ല മുട്ട. ഇവിടെ മറ്റേ ഈ തലശ്ശേരി ബിരിയാണിക്ക് തരുന്ന ചമ്മന്തിയുണ്ട്. വേണോ ഒരു വാ? ഇപ്പോൾ ഞാൻ ബിരിയാണി നല്ല സുഖമില്ലേ? ചമ്മന്തി ഉള്ളു. ഉണ്ട്. നമ്മുടെ ഹോട്ടൽ വന്നു. നമ്മൾ 2 ദിവസം ന്യൂയോർക്ക് നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നത്. ഇപ്പം ഞാൻ ലോബിയിൽ വെയിറ്റ് ചെയ്യുക. കാരണം മുത്ത് വണ്ടി വർക്ക് ചെയ്യാൻ പോയേക്കാം. മുത്ത് വന്നിട്ട് നമ്മൾ ഇങ്ങനെ ചെക്ക് ഇൻ ചെയ്തിട്ട് ഫ്രഷ് ആയിട്ട് ഓടും. ഏതാ ഫ്ലോറ്? 34. കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തു. ഇത്രേ ഉള്ളൂ.
എന്നാലും പാർക്കിംഗ് കിട്ടിയല്ലേ? ആ നമ്മളൊരു 2:30 അപ്പം അമ്മമാർ പറഞ്ഞു അവിടെ ഇല്ല. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അമ്മേനത് പറഞ്ഞു അമ്മ ഇൻ ആൻഡ് ഔട്ട് അലോ ചെയ്യത്തില്ല അവിടെ. വൺസ് പാർക്ക് ചെയ്താൽ പിന്നെ നമ്മൾ ചെക്കൗട്ട് എപ്പോൾ കൊടുത്തേക്കുന്ന ആ ടൈം അതിന്റെ അടുത്ത് തന്നെ വേറെ കിട്ടിയ നല്ല അതിൻ്റെ അടുത്ത് അതിന് ചീപ്പായിട്ട് കിട്ടിയല്ലേ? അത് ഇവിടെ അടുത്ത് തന്നെ എനിക്കൊക്കെ കുറെ ഉണ്ട്, പക്ഷെ നല്ല റേറ്റ് ഉള്ളതുകൊണ്ട്. നല്ല റേറ്റ് അടുത്ത് കുറേ ഉണ്ട്. അത് കൺഫ്യൂഷനാ ഏതാ നമ്മൾ ബുക്ക് ചെയ്തത്. ഇവിടെ ഫ്ലോറൊന്നുമില്ലേ? ഇവിടെ ഉണ്ടോ? ഇവിടെ ഫ്ലോറൊന്നുമില്ല നിൽക്കാനും. രണ്ട് സൈഡിലും ഓപ്പൺ ആകുന്ന പോലത്തെ. ഇനി ഇങ്ങോട്ട് നിൽക്കാം. മുത്തു ആ സൈഡിൽ നിന്നും ഞാൻ ഈ സൈഡ് നിൽക്കാം. പെട്ടെന്ന് ഇറങ്ങണേ, റെഡി ആയിട്ട് കേട്ടോ. പാർക്കിൽ 4:30 വരെ അതെന്താ അങ്ങനത്തെ ടൈമാണോ എടുത്തേക്കുന്നത്? 2 hour മിനിമം. അതെ, നിങ്ങളും കൂടിയല്ലേ? അതാരാ ഉദി? അവള് തന്നെ. ഈ അമ്മച്ചിമാരെ ഇല്ലേ? ഒരു മിനിറ്റ്, ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാതെ. Chaku, I heard you want to be in my YouTube channel. Do you want to say something? No. Is this your YouTube channel? Yeah. Hi. നിനക്ക് എങ്ങനെ എന്തോ ചെയ്യാനാ? ഇന്ത്യ തിരിച്ചു പോണോ? വലിയപ്പ പോകുന്നുണ്ടോ? ഇല്ല, ഇവിടെ തന്നെയാ. അല്ല, ഞാൻ ഫോട്ടോക്കകത്ത് ഷോർട്സ് ഇട്ട് കണ്ടു, തിരിച്ചു പോണോ? തിരിച്ചു പോകാൻ വലിയ താല്പര്യമില്ല. തിരിച്ചു പോണ്ടാന്ന് പറഞ്ഞു. ഇവിടെ അമ്മയ്ക്ക് കാണണമെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് കാണിച്ചു. ഈ മാസം അതിന്റെ കുടിച്ചിട്ട് മോനെന്ത് ഇല്ലല്ല, ഞാൻ എടുത്തു. ആണോ? ഞാൻ നെയ്യോടെ നെയ്യോടെ നല്ല മണം. എന്തോടെ നല്ല മണം. എന്തോ നല്ല മണം. എന്തിന്റെ ഫുഡിന്റെ ആണോ? എന്തോ നല്ല മണം. ഒഴിക്കണോ? അറിയില്ല. ചൂടാക്കട്ടെ ചോറ് ചൂടാ. വേണ്ട, കുഴപ്പമില്ല. ഇത് ക്ലീൻ ആക്കാനാ പാട്. ചേച്ചി കൈ കൊണ്ടിട്ടോ. നിന്റെ വീഡിയോ ആണോ? വീഡിയോ എന്റെ ആവട്ടെ. ഞാൻ നീ
subscribe her to the channel. She already did, I guess. Wait, you subscribe? She would watch you for No, like I need to 6 subscribe. months. Where's my iPad? No, I Then saw she a stopped video of you watching cooking you. steak. But then the people know. So that's it's really way cool. Who is in the back room? Oh, really? Better not mess with my gang, or you'll be messing with Oopie Goopy, General Munchkin Man, Lil Jim Bob, and worst of all, Larry. Basics from the statement. എല്ലാരും മുൾമുനയില. We have to see this. എന്നാ പിന്നെ? Yep. അവര് പോകാനാ ഞാൻ ഒന്ന് പോയി തരുമോ? ഓക്കെ ബൈ Bye bye bye.